കണ്ണൊന്നടച്ച എന്നെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് വരുമ്പോൾ അമ്മ കരഞ്ഞ ആ കരച്ചില തെളിഞ്ഞു വരുന്നത്. ഇതെല്ലാം പോരാഞ്ഞിട്ട് എന്നോടുള്ള വൈരാഗ്യത്തിന് ആ CKC ശിക്ഷിക്കുന്നത് എൻ്റെ അനിയനെയല്ലേ? പിടിച്ചോണ്ട് പോയി പൂട്ടിയിട്ടിരിക്കല്ലേ എവിടെയോ? ഗൗതം, ഞാൻ അതുകൂടി പറയാൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്. പ്രണവിനെ പിടിച്ചോണ്ട് പോയത് ആരാണെന്ന് എനിക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി. അവന്റെ പേര് പവിത്രൻ എന്നാ. പവിത്രനോ? അതെ ഗൗതം, അവൻ CKCയുടെ ആളാ. അതിനൊക്കെയുള്ള തെളിവ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. എങ്ങനെ? CKCയും ഈ പറയുന്ന പവിത്രനും തമ്മിൽ ഫോണിൽ സംസാരിക്കുന്നത് നിർമ്മല ആന്റി കേട്ടു. പ്രണവിനെ പൂട്ടിയിട്ടിരിക്കുന്ന കാര്യമൊക്കെയാ CKC പറഞ്ഞത്. ഇടയ്ക്ക് അയാള് പവിത്ര എന്ന് വിളിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു. ആന്റി അപ്പ തന്നെ എന്നെ വിളിച്ചു പറഞ്ഞു. അല്ല, CKCയും ഈ പവിത്രനും തമ്മിൽ ഫോണിൽ സംസാരിക്കുന്നത് നിർമ്മലാമ്മ എങ്ങനെ കേട്ടു? അമ്മ CKCയുടെ അടുത്ത് ചെന്നാലല്ലേ അയാൾ പറയുന്നത് കേൾക്കാൻ പറ്റൂ? അത് പിന്നെ ഒരു അമ്പലത്തിൽ വെച്ചാ CKC സംസാരിച്ചത്. ആന്റിയും അമ്പലത്തിലുണ്ടായിരുന്നു. മറഞ്ഞു നിന്ന് കേട്ടതാ. ആന്റി പറഞ്ഞത് വെച്ച് ഞാൻ പ്രണവും ഗുണ്ടകളും തമ്മിൽ പ്രശ്നമുണ്ടായ സ്ഥലത്ത് പോയി. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇത്രയൊക്കെ നീ തേടി പിടിച്ചോ? ആ CCTV ഫുട്ടേജ് എന്റെ കയ്യിലുണ്ട്. നോക്കി, ഇവനാണ് ആ പവിത്രൻ എന്ന് തോന്നുന്നു. പക്ഷേ ഇത് തന്നെയാണ് പവിത്രൻ എന്നുള്ളതിന് ഉറപ്പൊന്നുമില്ല. ഒരു കാര്യം കൂടി ഞാൻ കാണിച്ചു തരാം. പവിത്രന്റെ കയ്യിലെ ഈ ടാറ്റു ശ്രദ്ധിച്ചോ? CKCയുമായിട്ട് സംസാരിച്ച പവിത്രന്റെ കയ്യിലും ഈ ടാറ്റു ഉണ്ടെങ്കിൽ ഉറപ്പിക്കാം CKC പറഞ്ഞ പവിത്രൻ തന്നെയാണ് ഇവനെന്ന്. കറക്റ്റാണ് നിധി നീ പറയുന്നത്. പക്ഷേ കയ്യില് സർപ്പത്തിന്റെ ടാറ്റു കുത്തി ഒരുത്തിനെ കണ്ടെത്താൻ പറ്റുകയും വേണം. അവനെയാണ് CKC വിളിച്ചതെന്ന് ഉറപ്പിക്കുകയും വേണം. എന്നാലേ ഇത് പവിത്രനാണെന്ന് പറയാൻ പറ്റൂ. എന്റെ സംശയങ്ങളെല്ലാം ശരി തന്നെയാ. പക്ഷെ കണക്ട് ചെയ്യാനുള്ള തെളിവുകളാണ് ഇല്ലാത്തത്. ഗൗതമിനെ എങ്ങനെയെങ്കിലും ഒരു കുടുക്കൽ കൊണ്ടുവന്ന് ചാടിക്കണം. അതിനുവേണ്ടി CKC ഒപ്പിച്ചു കൊണ്ടുവന്ന തന്ത്രങ്ങളാണിതെല്ലാം. ഗൗതം എന്താ ആലോചിക്കുന്നത്? വെറുതെ എന്നോട് ശത്രുത തീർത്തതല്ല നിധി ആ CKC. അയാൾക്ക് കൃത്യമായ എന്തോ ലക്ഷ്യമുണ്ട്. ആ ഹൈടെക് സിറ്റി പ്രോജക്റ്റിന്റെ ടെൻഡർ രീതികൾ ആകെ അവിടെ നിന്ന് മാറ്റി ഇപ്പൊ ഡയറക്റ്റ് ടെൻഡർ ആക്കിയിട്ടുണ്ട്. ഞാൻ പുറത്തിറങ്ങിയാൽ അതൊരിക്കലും നേടാനാവില്ലെന്ന് CKCക്ക് നന്നായിട്ട് അറിയാം. ഹൈടെക് സിറ്റി പ്രോജക്റ്റിന്റെ ടെൻഡറിൽ ഞാൻ പങ്കെടുക്കാതിരിക്കാൻ വേണ്ടി തന്നെയാ CKC ഈ കളികൾ മുഴുവൻ കളിച്ചത്. അയാളുടെ ആഗ്രഹം അയാൾ സാധിച്ചെടുത്തല്ലോ. ടെൻഡർ പോകുന്നെങ്കിൽ പോട്ടെ. എനിക്കിപ്പോ ഗൗതമിനെ പുറത്തിറക്കണം. അതിനപ്പുറത്തൊന്നുമില്ല. അങ്ങനങ്ങ് വിട്ടുകൊടുക്കാൻ പറ്റില്ലെന്ന് നീ. ആ ടെൻഡറിൽ എനിക്ക് തന്നെ ജയിക്കണം. എന്തിനു വേണ്ടിയാണോ CKC എന്നെ ജയിലിലാക്കിയത് ആ ലക്ഷ്യം അയാൾ നേടാൻ പാടില്ല. ആ ടെൻഡറിൽ ഈശ്വരമംഗല ഗ്രൂപ്പ് പങ്കെടുത്തേ പറ്റൂ. അതെങ്ങനെ? ജയിലിൽ കിടന്നുകൊണ്ട് ഗൗതം എങ്ങനെ ടെൻഡറിൽ പങ്കെടുക്കുന്നത്? ഈ ടെൻഡറിൽ പങ്കെടുക്കാൻ പോകുന്നത് ഞാനല്ല, നീയാ. ഞാനോ? യെസ്. ഈശ്വരമംഗലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന് വേണ്ടി നിധി ഗൗതമായിരിക്കും കൊട്ടേഷൻ സബ്മിറ്റ് ചെയ്യുക. എങ്ങനെ? ഒന്നും അറിയാത്ത ഞാൻ ഈ ടെൻഡറിലൊക്കെ എന്ത് ചെയ്യാനാ? എതിര് പറയേണ്ട നിധി. നിധി എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണമെന്ന്
ഞാൻ പറഞ്ഞു തരാം. അത് നീ അങ്ങ് ചെയ്താൽ മാത്രം മതി. നിന്നിൽ എനിക്ക് വിശ്വാസമുണ്ട്. ഇനി ഒട്ടും വൈകിപ്പിക്കരുത്. നാളെ മുതൽ നീ നമ്മുടെ ഓഫീസിൽ പോയി തുടങ്ങണം. എല്ലാം പഠിക്കണം. സംശയങ്ങൾ ഇവിടെ വന്ന് എന്നോട് ചോദിച്ച് മനസ്സിലാക്കണം. എല്ലാം കൃത്യമാക്കി നീ തന്നെ നമ്മുടെ കമ്പനിക്ക് വേണ്ടി കൊട്ടേഷൻ സബ്മിറ്റ് ചെയ്യണം. എന്തു പറയുന്നു നിധി? നീ റെഡിയല്ലേ? ഒരു വലിയ വെല്ലുവിളിയായത്. പക്ഷെ ഗൗതമിനെ ജയിലിലാക്കിക്കൊണ്ട് CKC ജയിക്കാൻ പാടില്ല. ഈ വെല്ലുവിളി ഞാൻ ഏറ്റെടുക്കുന്നു ഗൗതം. നാളെ മുതൽ ഞാൻ ഓഫീസിൽ പോകും. ഈശ്വരമംഗലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന് വേണ്ടി ഞാൻ ഈ ടെൻഡറിൽ പങ്കെടുക്കും. വിജയിക്കുകയും ചെയ്യും.